വാപ്പാണ് ഇതിന്റെ കാരണക്കാരന്. വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് അവനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ചെല്ലുമ്പൊക്കെ പറയും കൊണ്ടുപോകില്ല, ഇനി കൊണ്ടുപോകില്ല, ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ ഓള് പോരാന്നും പറയുന്നുണ്ടെന്ന്. ഞങ്ങൾക്ക് ഞങ്ങളെ മോക്ക് പോയി എനിക്ക് പോണോക്കെ കാണാനുള്ള സംവിധാനങ്ങൾ ഞാനവിടെ 5 കൊല്ലത്ത് നോക്കിയത് ഞങ്ങളേറ്റ ഒരു സ്ഥാനാവില്ല. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയും ചെയ്തതാണ്. ഷിബില എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഭർത്താവായ യാസർ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. ഷിബിലയുടെ മാതാപിതാക്കളെ ഇയാൾ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ഞാൻ ഇന്ന് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, പ്രതിയായിട്ടുള്ള യാസറിന്റെ ഉമ്മയുടെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. മകനായ യാസറിനെ ന്യായീകരിച്ചുകൊണ്ടും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വാപ്പയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് രണ്ട് പറയണമെന്ന് തോന്നി. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. ഷിബിലയും യാസറും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ്. ഏകദേശം 5 വർഷത്തോളമായി അവർ ഒരുമിച്ചാണ് ജീവിച്ചിരിക്കുന്നത്. 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. പ്രണയ വിവാഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ഷിബിലയുടെ വീട്ടുകാർക്ക് ഈ ഒരു വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഒന്നാമത്തെ കാരണം യാസറിന്റെ സ്വഭാവം തന്നെയായിരുന്നു. നാട്ടിലൊന്നും അവനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല. അടിപിടിയും ഡ്രഗ് ഉപയോഗവും മദ്യപാനവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചെറുക്കനായിരുന്നു. ഒരേ നാട്ടുകാരായതുകൊണ്ട് തന്നെ ഷിബിലയുടെ വീട്ടുകാർക്കൊക്കെ ഈ യാസറിന്റെ വീട്ടുകാരെ കുറിച്ചും യാസറിനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ ഷിബിലയുടെ ഉപ്പ ഈ ഒരു കല്യാണത്തിന് ഒരു വിധത്തിലും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഷിബിലയാണെങ്കിൽ ഒരു തരത്തിലും വിട്ടുകൊടുക്കാനും തയ്യാറായില്ല. യാസറിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് അവൾ വാശി പിടിച്ചു. രണ്ടുപേർക്കും അന്ന് വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. ഷിബിലയ്ക്ക് അന്ന് 18 വയസ്സ് തികഞ്ഞതേ ഉള്ളെന്ന് തോന്നുന്നു. യാസറിനാണെങ്കിൽ അന്ന് 22, 23 ഒക്കെ ആയിട്ടുള്ളൂ. എന്തായാലും 2 വീട്ടുകാരുടെയും എതിർപ്പിനെയൊക്കെ വകവെച്ച് രണ്ടുപേരും കല്യാണം കഴിച്ചു. യാസറിന്റെ വീട്ടുകാർ ഷിബിലയെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ യാസറിന്റെ വീട്ടിൽ ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1-2 വർഷങ്ങൾക്ക് ശേഷം ഈ ഷിബിലയും യാസറും ഒരു വീടെടുത്തിട്ട് വാടക വീടെടുത്തിട്ട് ഇവർ അങ്ങോട്ട് താമസം മാറി. ഇതിനിടെ യാസർ മദ്യപിച്ചു വന്നിട്ട് ഷിബിലയെ ഉപദ്രവിക്കുന്നത് ഒരു പതിവായിട്ട് മാറി. മദ്യം മാത്രമല്ല, മയക്കുമരുന്നും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. എന്താന്ന് വെച്ചാൽ, കുറച്ച് നാൾക്ക് മുമ്പേ ഒരു ഉമ്മായ ഒരു ലഹരിക്കടിമയായ മകൻ വെട്ടിക്കൊന്നത് ഓർമ്മയുണ്ടോ? അവന്റെ പേര് ആഷിഖ് എന്നായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആഷിഖും ഈ യാസറും തമ്മിൽ ഭയങ്കര കൂട്ടാണെന്നാണ് കേൾക്കുന്നത്. കാരണം അവരുടെ FB-യിലുള്ള ഓരോ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഈ ലഹരി തന്നെയായിരിക്കും ഇവരെ രണ്ടുപേരെയും സുഹൃത്തുക്കളാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് കാരണം എന്തൊക്കെയാണ് ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. ഈ താമരശ്ശേരിയിൽ തന്നെ എത്രാമത്തെ സംഭവമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതും ഈ കുറഞ്ഞ കാലയളവിലാണെന്ന് ഓർക്കണം. അപ്പോൾ ഡെയിലി ഷിബിലയെ ഉപദ്രവിക്കുമായിരുന്നു മദ്യപിച്ച് വന്നിട്ട്. എന്തായാലും വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹമല്ലേ, എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവൾ അവിടെ പിടിച്ചു നിന്നു. ചിലപ്പോ ഈ തന്റെ പ്രശ്നങ്ങളെല്ലാം വീട്ടിൽ തുറന്നു പറയാനായിട്ട് അവൾക്ക് മടിയുണ്ടായിരുന്നിരിക്കാം. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ച് ഇവൾ ജീവിതം തള്ളി. ഇതിനിടയ്ക്ക് ഷിബില സഹികെട്ട് കുഞ്ഞിനെയും എടുത്ത് വീട്ടിലേക്ക് പോകും. അപ്പൊ ഒറ്റക്കല്ല പോയത്. യാസറും ഷിബിലയും വഴക്കായതറിഞ്ഞ് യാസറിന്റെ ഉമ്മയും അതുപോലെ തന്നെ ഷിബിലയുടെ മാതാപിതാക്കളും അങ്ങോട്ട് വന്നിരുന്നു. ഇനി എനിക്ക് ഇവന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഷിബില അവളുടെ മാതാപിതാക്കളുടെ ഒപ്പം പോയി. യാസർ വിചാരിച്ചത് പോയി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തിരിച്ചു വരുമെന്നായിരുന്നു. കാരണം മുൻപും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഇതുപോലെ എല്ലാം മറന്ന് കുഞ്ഞിനെയും കൊണ്ട് യാസറിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമായിരുന്നു. അതിനിടയ്ക്ക് ഷിബിലയുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് കത്തിച്ച് അതിന്റെ വീഡിയോ എന്തോ ഫോട്ടോ എന്തോ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. വസ്ത്രങ്ങളൊക്കെ വാടക വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഷിബില ഇറങ്ങിപ്പോയത്. ഷിബില യാസറിനോട് വസ്ത്രങ്ങളും അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ തിരിച്ചു ചോദിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ കത്തിച്ചു കളഞ്ഞത്. ഇതും കൂടി ആയപ്പോൾ ഷിബിലയുടെ വീട്ടുകാർ എന്ത് ചെയ്തു? യാസറിന്റെ പേരിൽ അവിടുത്തെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇവന്റെ പേരിൽ കേസ് കൊടുത്തു. ബന്ധം വേർപെടുത്തണമെന്നായിരുന്നു അവരുടെ തീരുമാനം. പോലീസ് ആണെങ്കിൽ ഈ കേസിന് വളരെ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയ്ക്ക് ഷിബിലയെ തിരിച്ചുകൊണ്ടുവരാൻ യാസർ ഒരുപാട് തവണ ശ്രമിച്ചു. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി ഒരിക്കലും യാസറിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു ഷിബിലയുടെ തീരുമാനം. അങ്ങനെ മഹല്ല് കമ്മിറ്റി ഇടപെട്ട് ഇവരുടെ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. യാസറും വലിയ കുഴപ്പമില്ലാതെ എല്ലാത്തിനോടും സഹകരിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് സംഭവ ദിവസം നമ്മുടെ ഷിബിലയുടെ SSLC സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് യാസർ അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു പോയത്. തിരിച്ചു വരാനെന്നും പറഞ്ഞ് ആ ഒരു സമയത്ത് തിരിച്ചു പോയ യാസർ പിന്നീട് തിരിച്ചു വരുന്നത് മൂർച്ചയേറിയ കത്തിയും കയ്യിൽ പിടിച്ചു. തിളങ്ങുന്ന മൂർച്ചയേറിയ കത്തിയായിരുന്നു യാസറിന്റെ കയ്യിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയ അയൽവാസികളൊക്കെ പറയുന്നത്. അങ്ങനെ കത്തിയുമായി കയറി ചെന്ന യാസർ ഷിബിലയുടെ കഴുത്തിന് വെട്ടുകയായിരുന്നു. അങ്ങനെ പെടുന്ന താഴെ വീണ ഷിബിലയെ കത്തി കൊണ്ട് വീണ്ടും വീണ്ടും കുത്തുകയായിരുന്നു. എതിർക്കാൻ നിന്ന ഷിബിലയുടെ മാതാപിതാക്കളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മാതാപിതാക്കൾ രണ്ടുപേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഷിബിലയുടെ ഉപ്പയുടെ നില ഇച്ചിരി ഗുരുതരമാണെന്നാണ് കേൾക്കുന്നത്.
അങ്ങനെ ഇവരെ 3 പേരെ ആക്രമിച്ച ശേഷം വീട്ടിൽ നിന്നും യാസർ ഇറങ്ങി ഓടി. കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനിടയിൽ ശബ്ദം കേട്ട അയൽവാസികൾ ഓടി. അവരെ കണ്ടത് ചോരയൊലിച്ച കത്തിയും പിടിച്ചു നിൽക്കുന്ന യാസറിനെയാണ്. ആ കത്തി വെച്ച് എല്ലാവരെയും ഭയപ്പെടുത്തിയ ശേഷം കാറിൽ കയറി ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും പുള്ളിക്കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് നിന്ന് വെച്ച് പോലീസുകാർ ഇവനെ പിടികൂടി. ഇനിയിപ്പോ പിടികൂടിയിട്ട് എന്താ കാര്യം? യാസറിനെതിരെ എന്തായാലും നേരത്തെ ഷിബില പരാതി കൊടുത്തതാണ്. പോലീസുകാർ ഈ കേസിനെ ഗൗരവത്തോടെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കില്ലായിരുന്നു. അല്ലെങ്കിലും എന്തെങ്കിലും ദുരന്തം നടന്നതിന് ശേഷം മാത്രമേ ഇവിടുത്തെ സിസ്റ്റം പ്രവർത്തിക്കുകയുള്ളൂ. അത് പിന്നെ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ദുരന്തം നടക്കുന്നതിന് മുൻപ് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള അവസരം കിട്ടിയാലും കയ്യം കയറ്റി അവര് നോക്കിയിരിക്കും. എന്തായാലും ഇതാണ് അവിടെ നടന്നത്. ഈ സംഭവത്തിന് ശേഷം യാസറിന്റെ ഉമ്മയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതെന്തായാലും നിങ്ങളൊന്ന് കാണും. അതിന്റെ ചില ഭാഗങ്ങൾ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഇപ്പൊ അടുത്ത് ഒരു 5-6 ദിവസം, ഒരു മാസം മുന്നേ ഒരു രണ്ടാളെന്തോ ഇതിന് വഴക്കുണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉച്ചക്ക് 1:30-2 മണിയായപ്പോ ഞാൻ മോളെ എപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നു. മോളെ വിളിച്ചപ്പോ ചോറുന്നോന്ന് ചോദിച്ചപ്പോ മോള് പറഞ്ഞു ഉപ്പ ചോറ് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചാൽ എന്താ ചോറ് കളഞ്ഞ ഉപ്പ എന്നിട്ട് ഉമ്മ എടുത്തു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഉമ്മ ചോറൊക്കെ കളഞ്ഞ് പിന്നെ എന്നെ തല്ലുകയും ചെയ്തെന്ന്. ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചു ഓന് ഇന്നെയും ഓളയും അതിൽ കയറ്റി ഓൻ പുറകിലും പോന്ന് നമ്മളെ വീട്ടിലേക്ക് വന്ന് ഓളപ്പനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരി, ഇവളെന്ത് ചോദിച്ചിട്ടും പത്താനും പറയുന്നില്ല, എന്താ ഓളെ പ്രശ്നം എനിക്ക് അറിയില്ല, നിങ്ങൾ തന്നെ ഞാൻ ഓളെന്തോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഓളം വന്ന് ചോദിച്ചു നിങ്ങൾ വരിയെന്നാണ്. അപ്പോൾ ഓളം ഉമ്മയും വന്ന് കടയും പൂട്ടി വന്ന് ഓലും ഞങ്ങളൊക്കെ ഓളെ എത്തിയിട്ട് ഞങ്ങൾ 2 കൂട്ടരും ചോദിച്ച് ഓൻ എന്തോ ഇല്ല ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്, തച്ച എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാ ഞാൻ നിങ്ങളെപ്പോഴും പോകും. എന്താ ഇപ്പോ ഈ ഉമ്മയുടെ ന്യായീകരണം? സിമ്പിൾ ആയിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമത്തിലാണ്. അവൻ വന്നിട്ട് ഡ്രഗൊക്കെ അടിച്ചിട്ട് വന്ന് വീട്ടിലുണ്ടാക്കിയ ചോറും കറിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് 3 വയസ്സുള്ള ഒരു കൊച്ചുണ്ട് അവർക്ക്. ആ കുട്ടി പോലും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ആ ചോറ് മുത്തം എടുത്ത് അവൻ കളഞ്ഞത്. അതിനുശേഷം ഷിബിലയെ നന്നായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ കുറിച്ചാണ് ഈ ഉമ്മ ഇത്ര ലാഘവത്തോടെ ഇരുന്ന് സംസാരിക്കുന്നത്. അടി കിട്ടിയിട്ടും എനിക്കൊരു കുഴപ്പമില്ല, അവൻ അടിച്ചപ്പോ എനിക്ക് ഇച്ചിരി ദേഷ്യമാണ് എന്നേ ഉള്ളൂ എന്ന് ഷിബില പറഞ്ഞു പോലും. അവനാണല്ലേ, അവനിക്ക് ദേഷ്യം വാശിയും ഒക്കെ ആകാലോ അല്ലേ. ബാക്കി കൂടെ ഞങ്ങളെപ്പോഴും പോകുന്നത് ഞങ്ങളോട് പറയാണ്ട് ഇറങ്ങി പോകുന്ന എന്നെ കൂട്ടാൻ വന്നല്ലേ ഞങ്ങളെന്ന് പറഞ്ഞു പോലും ഇപ്പൊ ഇമ്മയും പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഇമ്മയല്ല പറയുന്നു ഇവിടെ നിൽക്കി, നിങ്ങൾ അവിടെയും ഇവിടെയായിട്ട് നിൽക്കുക, വാടകപ്പുരം ഒഴിഞ്ഞു വായി കൊടുക്കുക, ഇവരെ വേറെ ആക്കിയതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു ഉളപ്പയും ഉമ്മയും ഞങ്ങളും പറഞ്ഞു ഇവിടെ നിൽക്കുന്നു. അപ്പൊ അതൊന്ന് പറഞ്ഞു കേൾക്കാണ്ട് ഓളെ ഇറങ്ങി ഇവിടെ കൂടും. ഇല്ല, ഇറങ്ങി പോകുന്നില്ല. നിങ്ങളുടെ മോന്റെ അടിയും ഇടിയും കൊണ്ട് കാലാകാലം ഇവിടെ താമസിക്കാം. ഇറങ്ങി പോകുന്നത് വരെ അവൻ വെറുതെ വിട്ടില്ല. അപ്പൊ കൂടെ ജീവിക്കുമ്പോഴുള്ള അവസ്ഥ പറയണ്ടല്ലോ. ഇഞ്ചിഞ്ചായിട്ട് അവളെ കൊന്നേ. ഈ ഉമ്മയുടെ വർത്താനം ശ്രദ്ധിച്ചോ നിങ്ങൾ? മകൻ ഇത്രയും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് മകൻ അതൊന്നും ചെയ്തതല്ല കുറ്റം, മകൾ ഇറങ്ങി പോയതാണ് ഇപ്പൊ ഇവിടുത്തെ വിഷയം. ശരിക്കും പറഞ്ഞാൽ ഷിബിലയുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് ഇവരുടെ ശ്രമം. എന്തായാലും അവള് ഇവരുടെ കൂടെ താമസിക്കുമ്പോൾ ഉള്ള അവസ്ഥ ഭയങ്കര ഭീകരമായിരിക്കും. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കി ഇവിടെ കാണാം. ഓലെ വീട്ടിന്റെ അടുത്തുള്ള 2 പേർക്ക് തമ്പിച്ചേട്ടനും ഒരു മുനീറും എന്ന് പറഞ്ഞ ആളും പിന്നെ ഇവന്റെ കൂട്ടുകാരൻ 2 ആളും ഇവരും കൂടി വീട്ടിൽ വന്ന് മോളെ എടുത്ത് ഓരോ ടെൻഷനും കാര്യമൊക്കെ മാറിയിട്ട് പോട്ടെ കുറച്ച് ദിവസം നിന്നോട്ടെ എന്നാണ് പോയി. ഓല് 4 ആളെ മോന്തിരവേള കൊണ്ടുപോയതാ. പോയി 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ടെൻഷന് മാറിയിട്ട് കൊണ്ടുപോക്കാന്നാണ് പോയി. പിറ്റേന്നൊക്കെ എന്നെ വിളിക്കുകയും ചെയ്ത് മോളും ഓളെ പുതിയ ഡ്രസ്സ് ഞാൻ എടുത്തു കൊടുത്ത് മോളത്. അപ്പൊ അതൊന്നും വേണ്ട അങ്ങോട്ട് വരികയല്ലേ പിന്നെ അത് ഇവിടെ നിന്നോട്ടെ എന്നാണ് പഴയത് മാത്രം വാങ്ങിങ്ങാനോളും ഓളെ കൂടെ പോയി മോളെയും കൊണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി വാശി ഓനോട് പിടിക്കല്ലെങ്കിൽ വാശി പിടിക്കാണ്ട് ഞങ്ങൾ പോരി, കുറച്ച് ദിവസം നിന്നിട്ട് പോരി എന്ന് പറഞ്ഞു അങ്ങനെ പോയതാ. ബെസ്റ്റ്. അപ്പോഴും തള്ള സ്വന്തം മോനെ ഉപദേശിച്ച് നന്നാക്കാനല്ല നോക്കുന്നത്. നല്ല ശരിക്ക് ചട്ടകം പഴിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് മകനോട് പറയണമായിരുന്നു. അതിന് പകരം അവര് വഴക്കുണ്ടായിട്ട് ഷിബില വീട്ടിൽ പോയപ്പോ ഷിബിലയെ വിളിച്ച് പറയുന്നേ വാശിയും വൈരാഗ്യം ഒന്നും വെച്ചുകൊണ്ടിരിക്കാതെ നീ എങ്ങനെയെങ്കിലും തിരിച്ചു വാന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. എനിക്ക് ശരിക്കും ഇവര് ഉമ്മാന്ന് വിളിക്കാൻ തോന്നില്ല, ഒരു തള്ളയെന്ന് തന്നെ വിളിക്കാനേ തോന്നുള്ളൂ. ഇങ്ങനെയുള്ള തള്ളകളാണ് ആൺമക്കളെ ഇല്ലാണ്ടാക്കുന്നത്. മക്കൾ എന്ത് ചെയ്താലും ഒരാളെ കൊന്നിട്ട് വന്നാലും ഇതിന് ന്യായീകരിച്ചോളും. മറ്റേ വിഷയം കണ്ടില്ലേ, ആ മറ്റേ അപ്പാന്റെ ഒരു പ്രോബ്ലം, അവരെ ഉമ്മായും കണ്ടില്ലേ, മോനെ ഇത്രയും പേരെ കൊന്നിട്ട് മോനെ ജയിലിൽ നിന്ന് വെറുതെ വിടണേന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ 3-4 ദിവസം കഴിഞ്ഞാലും ഓൻ അവിടെ പോയി ഞാൻ ചായയും ചോറൊക്കെ കുടിച്ചിരിക്കുന്ന പോലെയായിട്ട് സംസാരിച്ചിരിക്കുന്നു പോരാന്ന് പറഞ്ഞിരിക്കുന്നു. ഞായറാഴ്ച ഒരു കുറ്റൂസം ഉണ്ട് ഓല ബന്ധത്തിലേടോ, അതിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. ഇവിടെ വന്ന് അവനോൻ പോയിട്ട് ഓല കോട്ടേഴ്സിൽ ആടല്ലേ താമസിക്കുന്നത്, അവിടെ പോയിട്ട് ഡ്രസ്സ് എടുത്ത് മോളതും ഓളതും പുതിയതും ഒരു ചെരുപ്പ് ഒരു കൂട്ടം എടുത്തുകൊണ്ട് കൊടുത്ത് ഞായറാഴ്ച കഴിഞ്ഞ് കുറ്റൂസം കഴിഞ്ഞ് തിങ്കളാഴ്ച പോരാന്ന് പറഞ്ഞു. അപ്പൊ തിങ്കളാഴ്ച ചെന്നപ്പം ബാപ്പ ഓളെ പോരാൻ പോന്നപ്പോ ബാപ്പ പറഞ്ഞോലെ പിന്നെ ഓന്റെ കൂടെ ഇപ്പൊ പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരരുതെന്ന്. അപ്പൊ ഒക്കെ പേടിയായോലെ. അപ്പൊ ഓൻ പറഞ്ഞോലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഓളങ്ങനെ പറയും, ഓള് പോരാൻ കാര്യം നിങ്ങൾ എന്തിനാ തടസ്സം ചെയ്യുന്നത്, ഞാൻ ഓളിക്കുമായിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്, പിന്നെ അത് എന്തിനാ അങ്ങനെ തടസ്സം ചെയ്യുന്നതെന്ന് പറഞ്ഞോലെ. അപ്പൊ ഓക്ക് അങ്ങനെ പോരാൻ പറ്റായിട്ട് ഓള് പോരുന്നില്ല. എന്നാണ് മുമ്പ് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് അവിടെ വന്ന് കരഞ്ഞിട്ട് പറഞ്ഞ് പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടാണ്
എന്നിട്ടാണ് ഓളോട് പറഞ്ഞു. ഞാൻ ഓളെ കയ്യും കാലും പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞു, എന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത്രയും ഇവിടുന്ന് നമ്മൾ പറഞ്ഞു, ആടുന്ന് പറഞ്ഞിട്ട് ഓള് പോരാൻ തയ്യാറുള്ള ഓനെന്തിനെങ്ങനെ നിർത്തും. എന്റെ മോളെ വിചാരിച്ചിട്ട് ഓന് വിടരുത്, ഓന് കാലാകാലം ഓളെ പോറ്റാനാവോ, എന്തിനോൻ അങ്ങനെ ചെയ്യുന്നതെന്ന്. വാപ്പാണ് ഇതിന്റെ കാരണക്കാരൻ. വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് ഓനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ചെല്ലും ഒക്കെ പറയും കൊണ്ടുപോകില്ല ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ ഓള് പോരാന്നും പറയും. കേട്ടില്ലേ, ഷിബിലയാണ് ഇത്ര നേരം കുറ്റം പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ ഷിബിലയുടെ ഉപ്പാനെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി. ഷിബില യാസറിന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ തയ്യാറായിരുന്നു, പക്ഷെ ഉപ്പ വിടാത്തത് കൊണ്ടായിരുന്നു. ഞാൻ 100% ആ ഉപ്പാടെ കൂടെ നിൽക്കത്തു. സ്വന്തം മോളെ അവൻ ഉപദ്രവിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ അവളെ രക്ഷിക്കാനാണ് ആ ഉപ്പ ശ്രമിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയ മോളാണ്, എന്നിട്ട് പോലും അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടോ ഒരു പ്രശ്നം വന്നപ്പോ. നമ്മുടെ നാട്ടിൽ എത്ര മാതാപിതാക്കൾ അതിന് തയ്യാറാവുമെന്നുള്ളതാണ് ഒരു സംശയം. പ്രണയ വിവാഹമാണെങ്കിൽ ഇനി വരാനുള്ളത് മുഴുവൻ നീ ഒറ്റയ്ക്ക് അനുഭവിച്ചോ എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. സാധാരണ ഭൂരിഭാഗം മാതാപിതാക്കളും അങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത്. ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും ഒരുപാട് ക്രൂരതകൾ അനുഭവിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ മടിച്ച് എത്രയോ പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ഇതിൽ നിന്ന് ഈ ഉപ്പ വ്യത്യസ്തനാണ്. മകൾ ഇറങ്ങിപ്പോയതിനു ശേഷം ചിലപ്പോൾ ഒരുപാട് കാലം ഈ മകളോട് ഉപ്പ മിണ്ടിക്കാണും. പക്ഷെ മകൾക്ക് ഒരു ആപത്ത് വന്നപ്പോൾ അയാൾ അവളെ ചേർത്ത് പിടിച്ചു. യാത്ര തിരിച്ചു വിളിക്കാൻ വന്നപ്പോഴും അദ്ദേഹം ആ മോളെ തിരിച്ചു വിട്ടില്ല. ഷിബിലയെയും അവളുടെ കുഞ്ഞിനെയും ഇനി ഞാൻ പോറ്റും എന്നാണ് ആ ഉപ്പ പറഞ്ഞത്. വേണമെങ്കിൽ ഷിബിലയും കൊച്ചിനെയും യാസറിന്റെ കൂടെ പറഞ്ഞയക്കാമായിരുന്നു, പക്ഷെ അയാള് അവളെ വീണ്ടും നരകത്തിലേക്ക് വിടാതെ സംരക്ഷിച്ചു. ഇങ്ങനെയുള്ള ആ ഉപ്പായാണ് ഈ തള്ള ഇപ്പൊ കുറ്റം പറഞ്ഞു വന്നിരിക്കുന്നത്. ബാക്കി കൂടെ കാണാം. ഞങ്ങൾക്ക് ഞങ്ങളെ മോൾക്ക് പോയി എനിക്ക് മോളെ നോക്കി കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഞാനിവിടെ 5 കൊല്ലത്ത് നോക്കിയത് ഞങ്ങളേറ്റ ഒരു സ്ഥാനമില്ല. എനിക്കൊരു നോക്ക് കാണാനുകളുടെ മോളേക്ക് കാണിച്ചു തരാനുള്ള സംവിധാനങ്ങളാക്കി കണ്ടു പോകാൻ പറ്റാത്തത് അത്രയുള്ളൂ. എന്റെ മോക്കൊരു വല്ലാണ്ടായി പോയി. ഒരു വാശി പിടിപ്പിച്ചിട്ടൊക്കെ ഒരു വാശിപ്പുറത്തല്ലേ ഇതൊക്കെ വന്നത്, അല്ലാണ്ട് ഒരു തെറ്റോ പെടുക്കോ കച്ചറ ഇല്ലാത്ത ആൾക്കാരല്ലേ. എനിക്ക് ഒരു നോക്ക് കാണാനും ഉണ്ടാക്കി തരും. എന്താ ഒരു ഒറിജിനാലിറ്റി, ഒരു തുള്ളി കണ്ണീര് പോലും വരില്ല. വെറും നാടകമാണ് തള്ളയുടെ. ആ തള്ളയെ വേണം ആദ്യം അടിക്കും. ഷിബിലയുടെ മൃതദേഹം കാണണമെന്ന് പറഞ്ഞാണ് ആ തള്ള കരഞ്ഞ് അഭിനയിക്കുന്നത്. വെറും കള്ളക്കരച്ചില്. അതിനിടയിൽ ഷിബിലയെയും വീട്ടുകാരെയും കുറ്റം പറയാനും യാസറിനെ ന്യായീകരിക്കാനും തള്ള മറന്നില്ല. അവരെല്ലാരും കൂടെ യാസറിനെ വാശി പിടിപ്പിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നതാണ് പുള്ളിക്കാരി പറയുന്നത്. മോൻ വല്ല മയക്കുമരുന്നും അടിച്ചു കയറ്റി ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ വല്ല ചങ്ങലക്കിടറും തള്ളേ, അല്ലാതെ വഴി കൂടെ പോകുന്നവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ള അമ്മമാരെ കാണുമ്പോൾ, മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുന്ന അമ്മമാരെ കാണുമ്പോൾ, എനിക്ക് വേറൊരു പുള്ളിക്കാരുണ്ട്, പുള്ളിയുടെ പേര് എനിക്ക് കിട്ടുന്നില്ല. ആ പുള്ളിക്കാരൻ 14 പേരെ കൊന്നതിന്റെ ആ ഒരു ശിക്ഷയായിട്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ അമ്മയെ കാണാനായിട്ട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ പോലീസുകാരെ അമ്മയെ കൊണ്ടുവന്നു. അമ്മയെ ആ പുള്ളിക്കാരൻ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ആ കെട്ടിപ്പിടുത്തം മുറുകി വന്നു. അമ്മയുടെ ചെവി കൂടെ ചോര ഒലിക്കാൻ തുടങ്ങി. അമ്മ നിലവിളിച്ചു. പോലീസുകാർ ഓടി വന്നു. പുള്ളിക്കാരനെ പിടിച്ചു മാറ്റി 4 എണ്ണം പൊട്ടി. അമ്മയെ എങ്കിലും വെറുതെ വിട്ടൂടെടാ എന്ന് പോലീസുകാർ ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞ മറുപടി, ഈ തള്ള ഒറ്റൊരുത്തി കാരണമാണ് സാറേ ഞാൻ ഇങ്ങനെ ആയതെന്ന്. ഇവരാണ് എനിക്ക് എല്ലാത്തിലും പ്രോത്സാഹനം തന്നിരുന്നത് എന്ന് ആ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു. അത്ര കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.